പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ചാനലിൽ കൂടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഓരോ ദൈവവചന അധ്യായ ഭാഗങ്ങളും കേൾക്കുന്നവർ ലോകത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങളുടെ എവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. ജോസഫ് തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്രവാഹകനും പാചകനും തങ്ങളുടെ യജമാനനായ രാജാവിനെതിരെ തെറ്റ് ചെയ്തു. ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഫറവോ കുപിതനായി. അവൻ അവരെ കാവൽപ്പടനായകന്റെ വീട്ടിലുള്ള തടവറയിൽ അടച്ചു. ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത്. കാവൽപ്പടനായകൻ അവരെ ജോസഫിന് ഫലമേൽപ്പിച്ചു. അവൻ അവരെ പരിചരിച്ചു. കുറെ കാലം അവർ തടവിൽ കിടന്നു. തടവറയിൽ കിടന്നിരുന്ന അവർ ഇരുവർക്കും ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്രവാഹകനും പാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നമുണ്ടായി. ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. തന്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ തന്നോടൊത്ത് കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം? അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു. അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ജോസഫ് പറഞ്ഞു, വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ, സ്വപ്നം എന്തെന്ന് പറയൂ. പാനപാത്രവാഹകൻ തന്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഒരു മുന്തിരിവള്ളി സ്വപ്നം കണ്ടു. അതിൽ 3 ശാഖകൾ ഉണ്ടായിരുന്നു. അത് മുട്ടിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി. ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്തു പിഴിഞ്ഞ് പാനപാത്രത്തിൽ ഒഴിച്ച് അവന് കൊടുത്തു. ജോസഫ് അവനോട് പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 ശാഖകൾ 3 ദിവസങ്ങളാണ്. 3 ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും. മുൻപെന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വെച്ചു കൊടുക്കും. നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം. എന്റെ കാര്യം ഫറവോയുടെ മുമ്പിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ഫെബ്രുവരിയുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വ്യാഖ്യാനം ശുഭസൂചനയാണെന്ന് കണ്ടപ്പോൾ പാചക പ്രമാണി ജോസഫിനോട് പറഞ്ഞു, ഞാനും ഒരു സ്വപ്നം കണ്ടു. എന്റെ തലയിൽ 3 കുട്ട നിറയെ അപ്പമുണ്ടായിരുന്നു. ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു. പക്ഷികൾ വന്ന് എന്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു. ജോസഫ് പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 കുട്ടകൾ 3 ദിവസം തന്നെ. 3 ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും. 3-ാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു. തന്റെ വേലക്കാർക്ക് അവൻ ഒരു വിരുന്ന് നൽകി. പാനപാത്രവാഹകനെയും പാചക പ്രമാണിയെയും പുറത്തു കൊണ്ടുവന്ന് വിധി കൽപ്പിച്ചു. പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരികെ നിയമിച്ചു. അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ പാചക പ്രമാണിയെ അവൻ തൂക്കിക്കൊന്നു.
ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നു കളഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.